ഹേയ് ഗൈസ്, അപ്പോൾ ഇ-കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ 30ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഫൈനലി കംപ്ലീറ്റ്ലി നമ്മളെ വെബ്സൈറ്റ് ഫുൾ വർക്കിംഗ് ആയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു ബൈ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനിലും ആയിട്ടുണ്ട്. കാരണം പ്രൊഡക്റ്റ് ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഡെമോക്ക് മേടിച്ച എല്ലാ പ്രൊഡക്റ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി പാർട്ട്നേഴ്സിന് ആഡ് ചെയ്തു. അതുപോലെ പിന്നെ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. അപ്പോൾ ഗേറ്റ് വേസ് ആയുള്ള UPI അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാത്ത ഒരാൾ ചെയ്തൊരു വെബ്സൈറ്റാണിത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഒരു എന്താ പറയുക അഡ്വാൻസ് ലെവലുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം ഇത് പുറത്ത് കൊടുത്ത് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നല്ല, കാരണം പുറത്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം നമുക്കൊന്നും അറിയില്ല. ഇതെങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാമെന്നൊന്നും കറക്റ്റായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല സ്വന്തമായിട്ട്. അപ്പോൾ സ്വന്തമായിട്ടല്ല ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടില്ല, അറിയാത്ത പണിയാണെങ്കിലും വേണ്ടില്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ജേണി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് ഡൊമൈനാണ്. എനിക്ക് .com തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം അതൊരു പ്രിവിലേജാണ് .com എന്നുള്ളത്. അപ്പോൾ എൻ്റെ പ്രിലോക്കാർഡ് എന്നുള്ള പേരിൽ ഡൊമൈൻ ഞാൻ അവൈലബിലിറ്റി നോക്കി. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഗോഡാഡിയിലാണ്. ഗോഡാഡിയിൽ ഏകദേശം അറൗണ്ട് 1200 സംതിങ് ആയിട്ടുണ്ട് നമുക്ക് ഗോഡാഡിയിലെ ഡൊമൈൻ മാത്രം പർച്ചേസ് ചെയ്യുന്ന 1 ഇയറിന്. അങ്ങനെ അത് പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് സ്റ്റോറാണ്. സ്റ്റോർ ബിൽഡ് ചെയ്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് സ്റ്റോർ ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ ഷോപ്പിഫൈ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഒന്നാമത്, പിന്നെ ഫാസ്റ്റ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഇത് ഷോപ്പിഫൈ എന്നുള്ളത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ്, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മന്ത്ലി ഇത്ര പേയ്മെന്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഷോപ്പിഫൈയിൽ ഇപ്പോൾ ഒരു ഓഫർ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ₹20 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റുന്നെങ്കിൽ മാറ്റാം. പക്ഷേ കംപ്ലീറ്റ്ലി നമുക്ക് ഷോപ്പിഫൈ ഒരു ബെറ്റർ ചോയ്സ് തന്നെ എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ഷോപ്പിഫൈ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം മെയിനായിട്ട്. അങ്ങനെ ഏകദേശം 2-3 ദിവസം എടുത്തിട്ടാണ് ഞാനൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത്, ഈ ഒരു സ്റ്റോർ ഈ രീതിയിലാക്കിയിട്ടുള്ളത്. കാരണം ഈ രീതിയിൽ ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ആവില്ല. കാരണം ഒരുപാട് റിസ്ക്, ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ രീതിയിലായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിർബന്ധമുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെ ചെയ്യണം. ഞാൻ തന്നെ പുറത്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. കാരണം ഇനിയും ഒരുപാട് പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പിന്നാലെ നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ക്ലിയർ ചെയ്യാന്നുള്ളത് അത് പണ്ട് മുതലുള്ള ഒരു ശീലമാണ്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഡിപ്പെൻഡൻ്റ് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഞാൻ തന്നെ ചെയ്തത്. പിന്നെ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസം കഷ്ടപ്പെട്ട് രാത്രി ഫുള്ള് ഇരുന്നിട്ടാണ് ഞാൻ വെബ്സൈറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തത്, ഈ രീതിയിലാക്കിയത്. കാരണം ഇപ്പോൾ വെബ്സൈറ്റ് കംപ്ലീറ്റ് നമുക്ക് ഒരു ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. കാരണം ഗേറ്റ് വേസ് ആഡ് ചെയ്ത്, പേയ്മെന്റ് ഗേറ്റ് വേസ് ആഡ് ചെയ്തിട്ടുണ്ട്, UPI ആയിക്കോട്ടെ, കാർഡ് പേയ്മെന്റ് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി പാർട്ട്നേഴ്സിന് ആഡ് ചെയ്തു. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിലെത്തും കറക്റ്റായിട്ട്, ആ രീതിയിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റ് ഇപ്പോൾ ഓൺ ലൈവ് ആയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും എടുത്തു വെക്കണം. കാരണം പിന്നീട് മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതാവും. അതിനെക്കാളും നല്ലത് നമുക്കൊരു സാധനം മൈൻഡിലൊരു സംഭവം വന്നു, ഒരു ഐഡിയ വന്നു, പക്ഷേ ആ ഐഡിയൻ്റെ പിന്നാലെ പോകാന്നുള്ളതാണ് മെയിൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഞാൻ മുന്നിൽ പെട്ടെന്ന് എടുത്ത് വെക്കും. കാരണം ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളെ മുന്നോട്ട് വഹിക്കുന്ന ഒരു എനർജി, അതുപോലെ തന്നെ ഒരു ഫ്യൂവലാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എന്തെങ്കിലും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എടുത്ത് വെക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പിന്നെ ചെയ്യാന്നുള്ള രീതിക്കാണെന്ന് ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് 3 ദിവസം എടുത്തിട്ടാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ടുള്ള വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വെബ്സൈറ്റ് കയറിയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബൈ.